നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു രാവിലെ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ വാർത്തകളിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ കേരളത്തിൽ പ്രചാരണം കൂടുതൽ ചൂട് പിടിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതിലേക്കൊക്കെ വിശദമായി തന്നെ നമുക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിന് ഇനി 5 നാൾ. പ്രചാരണ ചൂട് പാരമ്യത്തിൽ. ആവേശം പകരാൻ നേതാക്കൾ കേരളത്തിലേക്ക്. മോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് വീണ്ടും എത്തും. ധർമ്മടത്തൂന്നി പ്രചാരണ പരിപാടികളുമായി മുഖ്യമന്ത്രി. മലപ്പുറം വണ്ടൂരിൽ ഡോക്ടർ ശശി തരൂർ MP ആക്രമിച്ച 3 പേർ കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് കാറിലെത്തിയ സംഘം. ഗൺമാന് പരിക്ക്. 5 പേർക്കെതിരെ കേസെടുത്ത് പോലീസ്. പിന്നിൽ രാഷ്ട്രീയം സംശയിക്കുന്നതായി സ്ഥാനാർത്ഥി AP അനിൽകുമാർ. പശ്ചിമേഷ്യൻ യുദ്ധത്തിനയവില്ല. അമേരിക്കയുടെ 2 യുദ്ധവിമാനം തകർത്തെന്ന് ഇറാൻ. പൈലറ്റ് കസ്റ്റഡിയിലെന്നും വാദം. ഹോർമുസ് തുറക്കാനുള്ള ആവശ്യത്തിൽ UN-ൽ ഇന്ന് വോട്ടെടുപ്പ്. ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും. കൂടുതൽ സിനിമാ പ്രവർത്തകരുടെ മൊഴിയെടുക്കും. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്ത് പഞ്ചാബ്. ജയം 5 വിക്കറ്റിന്. ശ്രേയസ് അയ്യറിന് അർദ്ധ സെഞ്ചുറി. വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തുകയാണ്. വൈകിട്ട് 5-ന് തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെ റോഡ് ഷോ നടത്തും. തിരുവല്ലയിലും പൊതുപരിപാടിയുണ്ട്. FCRA നിയമ ഭേദഗതി അടക്കമുള്ള വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എന്ത് പറയുമെന്നതിലാണ് ആകാംക്ഷ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. ഡാൻ, BJP താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരം. അവിടേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമന്ത്രി എന്ത് പറയുമെന്നുള്ളതിന് കാതോർക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ മോദിയുടെ പ്രതികരണം എന്താകും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണിപ്പോൾ കേരളം. വലിയ ആവേശത്തിലാണ് തെക്കൻ കേരളത്തിലെ BJP പ്രവർത്തകർ, NDA ക്യാമ്പ്. കാരണം പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിക്കൊണ്ടെത്തുമ്പോൾ അതിന്റെ പ്രതിഫലനം തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് നേമത്തും അതോടൊപ്പം കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമൊക്കെ ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ BJP കേന്ദ്രങ്ങൾക്കുണ്ട്. 2:30യോടെയായിരിക്കും അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പെരുന്ന NSS കോളേജ് ഗ്രൌണ്ടിലെത്തുകയും അവിടെ നിന്ന് അദ്ദേഹം റോഡ് മാർഗം തിരുവല്ലയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയുമാണ് ആദ്യം ചെയ്യുക. അവിടെ നിന്ന് ഏതാണ്ട് 5 മണിയോടെ തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഇവിടെ നിന്ന് 5:40-നായിരിക്കും കിള്ളിപ്പാലത്ത് നിന്ന് കരമന വരെ നീളുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള റോഡ് ഷോ നടക്കുക. നഗരം മുഴുവൻ ഇതിനോടകം തന്നെ പോലീസിന്റെ വലിയ സുരക്ഷാ വലയത്തിലാണ്. ആ മേഖലകളിലേക്ക് വാഹന ഗതാഗതത്തിനടക്കം ഉച്ച കഴിയുമ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതാണ്ട് 50,000 പേർ ഈ റോഡ് ഷോയുടെ ഭാഗമായി വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് പങ്കെടുക്കും എന്നാണ് BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റ് പൊതുസമ്മേളനമായി തിരുവനന്തപുരത്ത് ക്രമീകരിച്ചിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രിക്ക് ഒപ്പം സ്ഥാനാർത്ഥികളും ഉണ്ടാകും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ വലയത്തിലാണ് പത്തനംതിട്ടയും പ്രത്യേകിച്ച് തിരുവല്ലയും തിരുവനന്തപുരവും. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ വിവാദ വിഷയങ്ങളിൽ, തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാദ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ചർച്ചയായി ഉന്നയിക്കുമോ? ശബരിമല വിഷയത്തിൽ മറ്റെന്തെങ്കിലും പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. അതോടൊപ്പം FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം കിരൺ റിജിജുവുമായി ക്രൈസ്തവ സഭാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ ആശ്വാസകരമായ വിവരങ്ങളാണ് പിന്നീട് പുറത്തുവരുന്നത് എന്നാണ് സഭാ തലവന്മാരൊക്കെ വ്യക്തമാക്കുന്നത്. അതായത് ഈ സഭയുടെ സെഷനിൽ ആ ബില്ല് പാസാക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായും അടുത്ത തവണ, അതായത് വിശദമായ കൂടിയാലോചനയ്ക്ക് ശേഷം ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ FCRA നിയമം ഭേദഗതി നടപ്പിലാക്കിയുള്ളൂ എന്ന് ഉറപ്പ് നൽകിയതായാണ് കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ സഭാപ്രതിനിധികളുമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി ഈ ആശങ്കകൾ അകറ്റാനായി ഏതെങ്കിലും പ്രതികരണങ്ങൾ നടത്തുമോ എന്നതും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഒരുപോലെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് NDA ക്യാമ്പ്. ഉച്ചകഴിഞ്ഞ് 2:30യോടെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുക.
ഞാൻ അതുപോലെ തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി കൂടി കേരളത്തിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും പുതിയ പ്രചരണ ആയുധം UDF-നെതിരെ മോദി പുറത്തെടുക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണാൻ സാധിക്കുമോ? ഇനിയും പുതിയതൊന്നും വരാനില്ല, എല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരുപക്ഷെ ഇതിനോടകം ഉന്നയിച്ച വിമർശനങ്ങൾ കുറച്ചുകൂടി ആക്കം കൂട്ടി ഉന്നയിക്കാനുള്ള ഒരു നീക്കമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. രാഹുൽ ഗാന്ധിക്ക് പുറമെ കോൺഗ്രസിന്റെ മറ്റ് ദേശീയ നേതാക്കളൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി പ്രചാരണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. നാളെ ഈസ്റ്റർ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ പരമാവധി വിശ്വാസ സമൂഹത്തെ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കം എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്നുണ്ടാകും. അതോടനുബന്ധിച്ച് ഇന്നലെ മുതൽ തന്നെ ദുഃഖവെള്ളി ദിനത്തിൽ ഈ കുരിശിന്റെ വഴിയെ നടന്നും അതോടൊപ്പം പ്രാർത്ഥനകളിൽ പങ്കെടുത്തുമൊക്കെ വിശ്വാസികളുടെയും സഭാ നേതൃത്വത്തിന്റെയും ഒക്കെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമം എല്ലാ മുന്നണികളും ഒരുപോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടി എത്തുന്നത്. ഒരു വശത്ത് പ്രധാനമന്ത്രി, മറുവശത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് കളം നിറയുമ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നൊരു ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടമായി കൂടി മാറുകയാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ കേരളം കൂടി പിടിച്ചെടുത്താൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി മാറും. കർണാടകയ്ക്ക് ഒപ്പം കേരളം കൂടി അധികാര പരിധിയിലേക്ക് വന്നാൽ അത് ദക്ഷിണേന്ത്യയിൽ നിന്ന് പുതിയൊരു തുടക്കമായി മാറുമെന്ന വിലയിരുത്തലിലാണ് AICC നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതാക്കൾ തമ്പടിച്ച് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. അത് ഫലം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു നിയന്ത്രണവുമില്ല. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ നിയന്ത്രണങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അതായത് കരമന കിള്ളിപ്പാലം വഴിയുള്ള വാഹന ഗതാഗതം, നഗരത്തിലേക്കുള്ള വാഹന ഗതാഗതം, എയർപോർട്ട് മുതൽ കിള്ളിപ്പാലം വരെ എത്തുന്ന മേഖലകളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം, അതായത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുന്നതിന് മുന്നോടിയായിട്ട് നിയന്ത്രണങ്ങൾ തുടങ്ങും. പോലീസിന്റെ കനത്ത നിരീക്ഷണം നിലനിൽക്കുന്നുണ്ട്. ഒരു 3:30-4 മണിക്ക് ശേഷം മാത്രമേ പൂർണ്ണ തോതിൽ ഗതാഗതം പൂർണ്ണമായി ഇവിടെ വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക് മാറുകയുള്ളൂ. അതുവരെ ഭാഗികമായ നിയന്ത്രണം മാത്രമാണ് നിലനിൽക്കുന്നത്. വൈകുന്നേരം 3 വരെ ഏറെക്കുറെ എല്ലാവർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അസൌകര്യങ്ങളൊന്നുമില്ലാതെ നഗരത്തിലൂടെ യാത്ര ചെയ്യാം. പക്ഷേ 3:00-ക്ക് ശേഷം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ചുള്ള നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ പോലീസ് കൃത്യമായ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നഗരത്തിലേക്ക് ഇറങ്ങുന്നവർ ജാഗ്രത പുലർത്തുന്നതായിരിക്കും നല്ലത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുകയാണ്. 3 ജില്ലകളിലായാണ് പ്രചാരണ പരിപാടികൾ നടക്കുക. രാവിലെ 10 മണിക്ക് കൊച്ചിയിലെത്തുന്ന രാഹുൽ ആലപ്പുഴയിലെ പൊതുപരിപാടിയിലാണ് ആദ്യം പങ്കെടുക്കുക. നാമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഗുഡ് മോർണിംഗ്. രാഹുൽ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. എന്തൊക്കെ പരിപാടികളിലായിരിക്കും രാഹുൽ പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, രാവിലെ 10 മണിയോടുകൂടി കൊച്ചിയിലെ വിമാനത്താവളത്തിൽ എത്തുന്ന രാഹുൽ ഗാന്ധി അവിടുന്ന് ഹെലികോപ്റ്റർ വഴിയായിരിക്കും ആലപ്പുഴയിലേക്ക് പോവുക. 3 പൊതുപരിപാടികളാണ് ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആദ്യം ആലപ്പുഴയിൽ പോകും. അവിടെ വെച്ചായിരിക്കും അദ്ദേഹം ആദ്യം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. നമുക്കറിയാം, ഈ പുതുയുഗ യാത്രയുടെ അവസാന ദിവസമായിരുന്നു രാഹുൽ ഗാന്ധി എത്തുകയും ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തത്. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ UDF-ന്റെ പത്രിക പുറത്തുവിട്ടപ്പോൾ അതിൽ ക്ഷേമത്തിന് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടുള്ള പല പ്രഖ്യാപനങ്ങളും നമ്മൾ കണ്ടു. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ BJP എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു, ഇത് CPM-ഉം BJP-യും തമ്മിലുള്ളൊരു ഡീലല്ലേ എന്ന തരത്തിലുള്ള ഒരു ആരോപണമൊക്കെ അതിരൂക്ഷമായി തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുകയും ചെയ്തിരുന്നു. വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെ ഏറ്റെടുത്തത്. അതിനുശേഷം എന്തായാലും ഇന്ന് 2 പരിപാടികൾ, അത് കൊച്ചിയിലേക്ക് വരുമ്പോൾ 2 പരിപാടികൾ. ആദ്യത്തേത് ഫോർട്ട് കൊച്ചിയിലാണ്. മുഹമ്മദ് ഷിയാസിന്റെ പ്രചാരണത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അത് ഉച്ചയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. രണ്ടാമത്തേത് പട്ടിമറ്റത്താണ്, കുന്നത്തുനാട്. അവിടെ പട്ടിമറ്റത്താണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VP സജീന്ദ്രന് വേണ്ടിയിട്ടുള്ളൊരു പ്രചാരണത്തിനായിരിക്കും രാഹുൽ ഗാന്ധി എത്തുക. ഇവിടെയും നമ്മൾ പ്രസംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി FCRAയിൽ എന്ത് രാഹുൽ ഗാന്ധി മറുപടി നൽകും, അല്ലെങ്കിൽ അതിൽ എന്ത് നിലപാടായിരിക്കും രാഹുൽ ഗാന്ധി സ്വീകരിക്കുക. കാരണം FCRA വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്.
തന്നെയാണ് പ്രചാരണ സമയത്ത്, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ FCRAയ്ക്ക് എതിരെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെയാണ് ഇന്നത്തെ 3 പരിപാടികളാണ്. കൊച്ചിയിലെ പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷമാണ്, രാവിലെ ആലപ്പുഴയിലുമായിരിക്കും. അതിൽ പ്രതീക്ഷിക്കുന്നത് FCRAയിൽ രാഹുൽ ഗാന്ധി എന്ന് നിലപാട് സ്വീകരിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ ഇനി ദിവസങ്ങൾ മാത്രമുള്ള അവസാന ലാപ്പിലേക്കാണ് തിരഞ്ഞെടുപ്പ് എത്തുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു പ്രചാരണമാണ് ഈ കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. വരും ദിവസങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ദിവസം കൂടി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൂടി കേരളത്തിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കേരളത്തിലെ നേതാക്കൾക്കുണ്ട്. അതിൽ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ, സ്വന്തം മണ്ഡലമായ വയനാട്ടിലും അതോടൊപ്പം തന്നെ മലബാർ ഏരിയയിലും എത്തിച്ച് പ്രചാരണം അല്പം കൂടി ഉച്ചസ്ഥായിയിൽ എത്തിക്കുക എന്നത് തന്നെയാണ്, പ്രവർത്തകർക്ക് ആവേശം നൽകുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ അടുത്ത ലക്ഷ്യവും. ശരി, നാമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മടം മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. സംസ്ഥാന പര്യടനം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് സ്വന്തം മണ്ഡലത്തിലെത്തിയത്. ഇന്നലെ കണ്ണൂരിലെ വിവിധയിടങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നു. സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികളിലൂന്നിയാണ് LDF പ്രചരണം. പയ്യന്നൂരിൽ ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പിണറായി വിജയൻ. പയ്യന്നൂരിൽ ആരെതിര് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല. വലിയ പ്രതിസന്ധികളിൽ പാറ പോലെ പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് ഇവിടുത്തുകാരെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോര് മുറുകുന്നതിനിടെ പേരാമ്പ്രയിൽ ആളിക്കത്തി അനൗൺസ്മെന്റ് വിവാദവും. സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കലും വീട്ടിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. വീട്ടിലെത്തി സമുദായത്തിന്റെ പേരിൽ വോട്ട് തേടിയെന്ന 3 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. വിഷയത്തിൽ ഫാത്തിമ തഹ്ലിയ പ്രതികരിച്ചിട്ടില്ല. LDF അനൗൺസ്മെന്റിൽ സമുദായത്തിന്റെ പേര് സൂചിപ്പിച്ച് വോട്ട് തേടിയെന്ന വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നേരത്തെ നോട്ടീസ് ലഭിച്ചിരുന്നു. മാധ്യമ സാന്നിധ്യത്തെ തുടർന്ന് വെൽഫെയർ പാർട്ടി വിളിച്ചു ചേർത്ത തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്നും ഫാത്തിമ തഹ്ലിയ വീണ്ടും വിട്ടുനിന്നതും ചർച്ചയായിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ ജാതി ചൊല്ലിയുള്ള അല്ലെങ്കിൽ സമുദായം ചൊല്ലിയുള്ള വോട്ട് ചോദിക്കൽ ഇപ്പോൾ എല്ലാ പാർട്ടികളിലും സജീവമായിരിക്കുമെന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുഴങ്ങി കേൾക്കുന്നത്. ഖൗമിലെ കുട്ടി എന്ന പേരിൽ അല്ലെങ്കിൽ മുസ്ലിം കുട്ടിയായ ഫാത്തിമയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് വീടുകൾ തോറി സ്വകാര്യ സന്ദർശനങ്ങളിലും മറ്റും ലീഗ് പ്രവർത്തകർ പറയുന്നു എന്ന് ആരോപിച്ചാണ് TP രാമകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ നിന്നും അത്തരമൊരു അനൗൺസ്മെന്റ് പുറത്തേക്ക് വന്നത്. ഇതേ ചൊല്ലി ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫാത്തിമ തഹ്ലിയയുടെ മുന്നണി UDF അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ TP രാമകൃഷ്ണന് LDF സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഇക്കാര്യത്തിൽ സംബന്ധിച്ച വിശദീകരണം നൽകണമെന്ന്. പക്ഷേ ഇക്കാര്യത്തെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടോ കൊള്ളുന്ന നിലപാടോ LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ശ്രദ്ധേയം. താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തയ്യാറാക്കിയ ശബ്ദരേഖകൾ തന്റെ പക്കലുണ്ട്. അത്തരമൊരു ശബ്ദരേഖയിൽ ഇത്തരമൊരു കാര്യം ഒരിടത്തും ചൂണ്ടിക്കാട്ടിയില്ല എന്നും ഇത്തരത്തിലൊരു പ്രചാരണം തങ്ങളുടെ ഭാഗത്തുനിന്നും നടത്തേണ്ട ആവശ്യമില്ലെന്നുമാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ജീപ്പ് തങ്ങളുടേതല്ലെന്ന് തള്ളിപ്പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 3 സ്വകാര്യ വ്യക്തികളുടെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ വീടുകളിൽ എത്തി മതത്തിന്റെ പേരിൽ ഫാത്തിമ തഹ്ലിയയുടെ ആളുകൾ അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയും വോട്ട് തേടുന്നു എന്ന പരാതിയാണ് അവിടെ നൽകിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ഫാത്തിമ തഹ്ലിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ 2 സ്ഥാനാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരണം നൽകുന്നതെന്ന് കമ്മീഷൻ പരിശോധിക്കും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട്. അതിനുശേഷമാവും ഇക്കാര്യത്തിലൊരു കൃത്യമായ നടപടിയിലേക്ക് പോവുക. എന്തായാലും വർഗീയ ധ്രുവീകരണം എന്ന ഒറ്റ വിഷയത്തിലേക്ക് പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് രംഗം മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ വെൽഫെയർ പാർട്ടി ഇന്നലെ ഒരു പ്രത്യേക കൺവെൻഷൻ മെസ്സേജ് സെന്റർ എന്ന പാറക്കടവിലെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥലത്ത് ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അവർ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി അടക്കം പങ്കെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രചാരണ സാമഗ്രികളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ
മാധ്യമങ്ങൾ അവിടേക്ക് എത്തിയതോടുകൂടി ആ സംഘാടകർ തന്നെ ഇതൊരു രഹസ്യമായി അല്ലെങ്കിൽ അത്ര അധികം പുറത്തറിഞ്ഞ് നടത്തുന്ന ഒരു പരിപാടി അല്ലെന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. തുടർന്ന് പിന്നീട് ഫാത്തിമ തഹ്ലിയ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തില്ല. അവർ ആരോഗ്യ നിലയിൽ ചില പ്രശ്നങ്ങളുള്ളതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വിവരമാണ് നൽകിയത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളടക്കം ഇക്കാര്യം വളരെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ഇതിനെ വിളിച്ചു ചേർക്കുകയും ആളുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായതുകൂടി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായതുകൂടി UDF സ്ഥാനാർത്ഥി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നത് എന്തായാലും ഇതടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായുള്ളത്. വരും ദിനങ്ങളിലും ഇത്തരം ആരോപണങ്ങളും ഒക്കെ തുടരുക തന്നെ ചെയ്യുന്ന സാഹചര്യമാണ് പേരാമ്പ്രയിലുള്ളത്. ശരി, സനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ. ഹരിപ്പാട് മണ്ഡലത്തിൽ ന്യൂസ് 18 സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ കയ്യാങ്കളി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. രമേശ് ചെന്നിത്തല ഇത്തവണ മണ്ഡലത്തിൽ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. BJP സ്ഥാനാർത്ഥി കൂടി കളം നിറഞ്ഞതോടെ ശക്തമായ ത്രികോണ പോരിനാണ് വേദി ഒരുങ്ങിയിരിക്കുന്നത്. അല്ലെന്നേ ആ തിരക്കിപ്പെട്ടി പോകാം പൊറോട്ട KSRTC ബസ് സ്റ്റാൻഡിലോട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. BJP വോട്ട് നേടി അധികാരത്തിൽ നിങ്ങളല്ലേ? ഒരു കാര്യം കൂടി അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുകയാണ്. പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. വിമതർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. ഇന്നും നാളെയുമായി 25 പൊതുപരിപാടികളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി കടുത്ത പോരാണ് കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ നടക്കുന്നത്. TG സജിത്തും VV അരുണും ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി അവരിലേക്ക് വരാം. ഇന്ന് പിണറായി വിജയൻ ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തുകയാണ്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ആ 5 ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കണ്ണൂരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിലേക്കാണ് പിണറായി വിജയൻ എത്തുന്നത്. നമുക്കറിയാം LDFന് കൂടുതൽ സ്വാധീനമുള്ള ഒരിടം കൂടിയാണ് കണ്ണൂർ. അവിടെ ഏത് രീതിയിലായിരിക്കും പിണറായി വിജയന്റെ പ്രചാരണം മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ കണ്ണൂരിലേക്ക് പ്രചരണത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുപോലെ തന്നെ ഇന്ന് KPCC അധ്യക്ഷൻ പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി കടുത്ത പോരാണ് കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങിയെത്താം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്തിലേക്ക് പ്രചരണത്തിനെത്തുകയാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന 5 ദിവസം കണ്ണൂരിൽ തന്നെ പ്രചരണം കേന്ദ്രീകരിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അതുപോലെ പ്രചരണം കണ്ണൂരിൽ കൂടുതൽ നീണ്ടു നിൽക്കാനാണ് സാധ്യത ഇനിയുള്ള 5 ദിവസം. അതുപോലെ തന്നെ വിമതർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നീക്കമൊക്കെ നടക്കുന്നത്. ഈ വാർത്തയിൽ കൂടുതൽ വിവരങ്ങളുമായി TG സജിത്തും VV അരുണും ചേരുന്നുണ്ട്. അരുൺ, സജിത്ത്, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് ധർമ്മടത്തെത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. കണ്ണൂരിൽ LDFന് കൂടുതൽ വേരൂന്നിയൊരിടം കൂടിയാണ്. അവിടെ മുഖ്യമന്ത്രി എത്തുമ്പോൾ പ്രചരണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരിലെ ഒരു സാഹചര്യം എന്താണ് മൊത്തത്തിലുള്ളത്?
അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ വരുന്നുള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. കണ്ണൂർ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം പറയാൻ കണ്ണൂർ തയ്യാറെടുക്കുകയാണ്. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ഇനി വരുന്ന 2-3 ദിവസങ്ങളിൽ ഇവിടെ തന്നെ ഉണ്ട് എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രത്യേകത. അരുണ്, ഈ പാർട്ടി കോട്ടകളിൽ നേരിടുന്ന വിവാദങ്ങൾ, പ്രതിസന്ധികൾ, അതിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മറുപടി പറയുക, അതാണോ CPM-ന്റെ ഈ ക്യാമ്പയിൻ? CPM കണ്ണൂരിൽ സാധാരണ നേരിടാത്ത തരത്തിലുള്ള ഒരു പ്രചരണ രീതിയാണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി കൂടിയാണ് ഇത്തവണ കണ്ണൂരിലുള്ളത്. കാരണം പാർട്ടി കോട്ടകൾ എന്നറിയപ്പെടുന്ന പയ്യന്നൂർ, അതുപോലെ തന്നെ തളിപ്പറമ്പ്, രണ്ടിടത്തും വിമതർ ചില്ലറക്കാരല്ല. ഒരാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഗോവിന്ദൻ, മറ്റേയാൾ ജില്ലാ കമ്മിറ്റി അംഗവും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, അതായത് കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിൽ, ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരുപക്ഷെ പല പ്രധാനപ്പെട്ട തന്ത്രങ്ങളുമൊക്കെ തയ്യാറാക്കിയ 2 നേതാക്കൾ ഇത്തവണ കോൺഗ്രസ് പിന്തുണയോടുകൂടി UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കണ്ണൂർ, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി അവസാന ദിവസം, ഈ കുട്ടിക്കലാശ ദിവസമൊക്കെ ഇവിടെ എത്താറുണ്ട്, 2 ദിവസം മുമ്പും. പക്ഷെ ഇത്തവണ അവസാന ഘട്ടം മുഖ്യമന്ത്രി കണ്ണൂരിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ, 2 മണ്ഡലവുമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിമതർ മത്സരിക്കുന്ന മണ്ഡലം. അവിടെ പാർട്ടി പ്രവർത്തകർ സ്വാഭാവികമായും വലിയ ആൾക്കൂട്ടം ഇതിനുണ്ട്. മുഖ്യമന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്നതിൽ പതിവിൽ കൂടുതലുള്ള ആൾക്കൂട്ടമൊക്കെ അവിടെ ഉണ്ടായി. ഒരുപക്ഷെ CPM അതൊരു ബോധപൂർവ്വ ശ്രമം നടത്തിയതാകാം, അത്തരത്തിൽ ആളെ കൂട്ടാനൊക്കെ. അതുപോലെ വലിയ വിമർശനം ഈ 2 വിമതർക്കുമെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചു. ഇന്നും നാളെയും അദ്ദേഹം ധർമ്മടത്ത് തന്നെ ഉണ്ടാകും. ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തിൽ വലിയ ശക്തമായ നിരവധി പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. തിങ്കളാഴ്ച ധർമ്മടത്ത് മുഖ്യമന്ത്രി റോഡ് ഷോ ഉണ്ട്. ഇന്നലെ സ്വർലയുടെ നേതൃത്വത്തിൽ വലിയ കലാകാരന്മാരെ, പ്രകാശ് രാജിനെ പോലുള്ള പ്രശസ്ത താരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും ഇന്നലെ അവിടെ ധർമ്മടം മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് നാളെയും മുഖ്യമന്ത്രി ധർമ്മടത്തെ കേന്ദ്രീകരിക്കും. ഇനി വോട്ടിംഗ് കഴിഞ്ഞ ശേഷം മാത്രമാകും അദ്ദേഹം തലസ്ഥാനത്തേക്ക് തിരികെ പോകും. അനുശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഒരു ക്യാമ്പയിന്റെ പ്രത്യേകത. നമുക്കറിയാം, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ്. മുമ്പ് VS ഒക്കെ ഉണ്ടായിരുന്ന കാലത്തല്ലേ, കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർക്കൊരു പല മണ്ഡലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പരമാവധി ഇടത്ത് എത്തണം എന്നതാണ് അവരുടെ ക്യാമ്പയിന്റെ പ്രത്യേകത. അപ്പോൾ ആ തിരക്കുകൾ മാറ്റിവെച്ച് തൽക്കാലം മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ ക്യാമ്പ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അരുൺ സൂചിപ്പിച്ച ഫാക്ടറാണ്. ഒരുപക്ഷെ അനുശ്രീക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ജില്ല കൂടിയാവുമല്ലോ കണ്ണൂർ. അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയം ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ പറഞ്ഞു വന്നത് 2 പ്രധാനപ്പെട്ട CPM ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിമത നേതാക്കളുടെ മറുചേരിക്കൊപ്പം ചേർന്നുള്ള മത്സരമാണ്. ഒപ്പം പേരാവൂര് അസാധാരണമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. പേരാവൂര് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ KK ശൈലജ എന്ന ഒരു കരുത്തരായ സ്ഥാനാർത്ഥിയെ CPM കളത്തിലിറക്കിയതോടുകൂടി UDF മിനിസ്ട്രി വന്നാൽ പ്രധാനപ്പെട്ട ചുമതലകളിലെത്തേണ്ട സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് എത്താൻ വലിയ പോരാട്ടം നടത്തേണ്ടി വരുന്നു എന്നാണ് സാഹചര്യം. ഇന്ന് 10 മണി 9 മണിയോടുകൂടി സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ട് ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. ഒപ്പം കണ്ണൂരിൽ K സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച കണ്ണൂർ മണ്ഡലം, അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നു, TO മോഹനൻ മത്സരിക്കുന്നു. അദ്ദേഹം അവിടെ വിജയിച്ച് കയറുമോ? ഇതിനകം വരുന്ന ചില സർവേ റിപ്പോർട്ടുകളൊക്കെ ഇഞ്ചോടിഞ്ച് പോരാണ് കണ്ണൂരിൽ നടക്കുന്നതെന്നാണ്, കണ്ണൂർ മണ്ഡലത്തിൽ. അപ്പോൾ ആ പോരാട്ട ചിത്രത്തിന്റെയൊക്കെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകുമെന്നതാണ്. ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ സ്വഭാവം ഇനി ഇങ്ങോട്ട് ഇതാണ്. മുഖ്യമന്ത്രിയെ പരമാവധി ഈ വേദികളിൽ എത്തിച്ച് ആ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. മുഖ്യമന്ത്രി റോഡ് ഷോ അടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലത്തിൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളും ആ രീതിയിൽ നടക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റു വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ വരുന്ന ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ കണ്ണൂരിലെത്താൻ സാധ്യതയില്ല. എന്തായാലും ഇടതു ക്യാമ്പ് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളും മറ്റു നീക്കങ്ങളിലേക്കും പോകുന്നു. ഒപ്പം UDF ക്യാമ്പിന്റെയും നീക്കങ്ങൾ ആ തരത്തിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ മലബാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടം ഇത്തവണ കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ രാഷ്ട്രീയവും അതാണ്. എന്തായാലും ഈ പയ്യാമ്പലം ബീച്ചൊക്കെ വലിയ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്ന ഇടമാണ്. ഞങ്ങൾ രാവിലെ കുറച്ച് ആളുകളെ കണ്ട് അഭിപ്രായം തേടാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ രാവിലെ ആരെയും കണ്ടു കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അരുണ്, ഇന്നത്തെ ദിവസം, ഇനി അങ്ങോട്ടുള്ള ദിവസം ചുരുങ്ങിയ നാളുകൾ, പ്രചരണത്തിന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കിട്ടിയ ഒരു സമീപകാല നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ആ ഒരു ആശയക്കുഴപ്പം എല്ലാ മുന്നണികൾക്കും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും?
തീർച്ചയായിട്ടും പരമാവധി ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ദിവസം കുറഞ്ഞെന്ന് പരിഭവം പറഞ്ഞുവെങ്കിലും അവരും അത് ഒരു അനുഗ്രഹമായി. കാരണം കടുത്ത ചൂടാണ്, പ്രചരണ ദിവസങ്ങൾ നീണ്ടുപോകുന്നതോറും തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവേറും. അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കുറഞ്ഞതിലും അനുഗ്രഹമായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ സിപിഎമ്മിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എല്ലാ പ്രചരണത്തിന്റെയും നായകസ്ഥാനത്തുള്ളത്. അദ്ദേഹം തന്നെ അജണ്ടകൾ നിശ്ചയിക്കണം, അദ്ദേഹം തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് മറുപടി പറയണം, എതിരാളികളുടെ വിമർശനങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തേണ്ട പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. സിപിഎമ്മിന്റെ ദേശീയ നേതാക്കൾ പ്രകാശ് കാരാട്ടും സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടുമൊക്കെ ഇന്നും നാളെയുമൊക്കെയായി കണ്ണൂരിൽ തന്നെയുണ്ട്. പക്ഷേ സ്വാഭാവികം അവരുടെ പരിപാടികളൊന്നും ആ രീതിയിൽ, ബിജു കൃഷ്ണനുണ്ട്, ആ പരിപാടികളൊന്നും ആ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുകയോ ആളെ കൂട്ടാൻ കഴിയുകയോ ചെയ്യുന്ന പരിപാടികളല്ല. ഒരു രാഷ്ട്രീയ നിശ്ചയിക്കുന്ന പരിപാടികൾ മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഇത്തവണ ഈ സിപിഎമ്മിന്റെ ഈ കണ്ണൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർഭരണമെന്ന വലിയ സ്വപ്നം ഇപ്പോഴും അവർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു സീറ്റ് പോലും കുറയാൻ പാടില്ല. കണ്ണൂരിൽ മാത്രമല്ല പലയിടത്തും അത്രയും കുറവുണ്ടായാൽ, പ്രത്യേകിച്ച് ഈ കോഴിക്കോട് പോലുള്ള മേഖലകളിലൊക്കെ വലിയ തിരിച്ചടിത്താണ് സിപിഎം നേരിടുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കണ്ണൂരൊക്കെ ഒരു സീറ്റ് പോലും കുറയാൻ സിപിഎമ്മിന് കഴിയില്ല. കണ്ണൂർ മണ്ഡലം തന്നെ കടുത്ത പോരാട്ടമാണ്. കഴിഞ്ഞ തവണ രാമചന്ദ്രൻ കടന്നപ്പള്ളി മത്സരിച്ച് വിജയിച്ച മണ്ഡലം ഇത്തവണയും അദ്ദേഹം തന്നെ ഇറക്കുമ്പോൾ സിപിഎമ്മിന് അത് നഷ്ടപ്പെടാതിരിക്കാൻ വലിയ ശ്രമം നടത്തേണ്ടതുണ്ട്. അഴീക്കോട് കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത മണ്ഡലമാണ് സിപിഎം മുസ്ലിം ലീഗിൽ നിന്ന്. അവിടെ കെ.വി. സുമേഷ് മത്സരിക്കുന്നു. അവിടെ ശക്തമായ പോരാട്ടമുണ്ട്. പേരാവൂർ ഒരു സ്റ്റാർ മണ്ഡലമായി ഇതിനകം മാറിക്കഴിഞ്ഞു. സിപിഎമ്മിനും അവിടെ വിജയിക്കാൻ അനിവാര്യമാണ്. അത് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇല്ലെങ്കിൽ കെ ശൈലജയെ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് വിട്ട് അവരെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന ഒരു പഴി സിപിഎമ്മിന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പേരാവൂർ അത്തരത്തിലുള്ള മണ്ഡലമാണ്. അങ്ങനെ ഓരോ മണ്ഡലം പരിശോധിക്കുമ്പോൾ ഈ തളിപ്പറമ്പിലും പയ്യന്നൂരുമൊക്കെ ഒരിക്കലും നേരിടാത്ത പ്രശ്നങ്ങൾ സിപിഎം നേരിടുന്നുണ്ട്. ഫണ്ട് വിവാദം ഉൾപ്പെടെ ഒരു വിഭാഗം അണികൾക്ക് ഒരുപക്ഷെ ഈ സിപിഎമ്മിന് ഇത്തവണ ഒരു ഭരണമാറ്റത്തിന്റെ സൂചന, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ യുഡിഎഫിനെ സംബന്ധിച്ചുണ്ടാവുന്നത് അവരുടെ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കടുത്ത വെല്ലുവിളി ഇത്തവണ നേരിടുന്നുവെന്നാണ്. ആലപ്പുഴ ഉദാഹരിക്കാവുന്ന ജില്ലയാണ്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ സിപിഎം പിടിച്ചെടുത്ത് സംസ്ഥാന ഭരണം കൈപ്പിടിയിൽ ഒതുക്കുന്ന ജില്ലകളിൽ ഇത്തവണ അവർ കടുത്ത തിരിച്ചടി നേരിടുന്നു. ചുരുക്കി പറഞ്ഞാൽ പയ്യന്നൂരും തളിപ്പറമ്പിലുമുള്ള വിമതശല്യം ആ മണ്ഡലങ്ങളിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലെയും കൂടി ബാധിച്ചേക്കാം. ആ ഒരു പ്രതീക്ഷ യുഡിഎഫിനുണ്ടല്ലേ? തീർച്ചയായിട്ടും യുഡിഎഫിന് ഏറ്റവും വലിയ പ്രതീക്ഷ, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യുഡിഎഫിലെ അസ്വാരസ്യങ്ങളാണ് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ആയുധം. അവസാന നിമിഷം വരെ അവർ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി യുഡിഎഫ് സ്ഥാനാർത്ഥികളെ കാത്തിരിക്കും. ഇത് രാഷ്ട്രീയമല്ല. പക്ഷേ എവിടത്തുകാരാ നിങ്ങൾ? മൈസൂർ. ഓക്കെ. ഈ ടൂറിസ്റ്റുകളാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അത് എന്തായാലും ഈ സാധാരണഗതിയിൽ കോൺഗ്രസിലെ വിമതരെ കാത്തും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കാത്തും ഒക്കെ സിപിഎം ഇരിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ സംഘടനാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും സിപിഎം എപ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഈ ഭരണം നിലനിർത്തണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഞാൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റ് പോലും കുറഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കും. കൊല്ലത്ത് വലിയ പ്രശ്നങ്ങൾ സിപിഎമ്മിനുണ്ട്. പല സീറ്റുകളിലും ഇപ്പോഴും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമോ എന്ന്. പത്തനാപുരത്ത് കെ.വി. ഗണേഷ് കുമാർ പോലും വലിയ വെല്ലുവിളി നേരിടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എത്രത്തോളം ടൈറ്റ് മത്സരമാണ് മൊത്തത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മനസ്സിലാകും. അതാണ് സാഹചര്യം. ഇവിടുത്തുകാരല്ലേ, കണ്ണൂരുകാർ തന്നെയല്ലേ? അതിൽ വോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നോട് പ്രായം ആയിട്ടില്ല. ബീച്ച് കാണാറിയാണ് രാവിലെ. രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്യാവശ്യം. എന്താ മക്കളുടെ പേര്? രാഷ്ട്രീയം കാണുന്നുണ്ടോ? അത്യാവശ്യം. ഏത് മണ്ഡലത്തിലാ താമസിക്കുന്നത്? കണ്ണൂർ സിറ്റി തന്നെയാണോ? കണ്ണൂർ സിറ്റി നിയർ സ്റ്റാർ. ആരാ മത്സരിക്കുന്നത് ഇവിടെ? മോഹനൻ. LDF മത്സരിക്കുന്നത്? കടന്നപ്പള്ളി. രാഷ്ട്രീയം ആരാ ജയിക്കുക ഇവിടെ? അറിയൂല, ആരാണ് കൊണ്ടുവന്ന അറിയില്ല. സർക്കാർ തുടരുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ ഒരു ഇതില് മാറാന് സാധ്യത ഉണ്ട്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 8th. ഈ മുഖ്യമന്ത്രി നിങ്ങളുടെ ജില്ലക്കാരനല്ലേ? എങ്ങനെയുണ്ട് മുഖ്യമന്ത്രിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മോളെന്ത് പറയുന്നു? അറിയാം അവിടെ ആരാ മത്സരിക്കുന്നതെന്നറിയാം? എങ്ങനെയാ ഭരണം മാറണോ? ഓക്കെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യം. കാരണം ഈ പുതിയ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, രാഷ്ട്രീയക്കാരെയൊക്കെ എന്തോ കുറവുള്ള ആളുകളായി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റിയ ശേഷിയില്ലാത്ത ഒരുപാട് ആളുകളുള്ള സമയമാണ്. അവിടെയാണ് സ്വാഭാവികമായിട്ടും ഈ എവിടുത്തെ
ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ഇവിടെ തളിപ്പറമ്പാണ്. തളിപ്പറമ്പല്ലേ? എങ്ങനെയുണ്ട് മത്സരം? അങ്ങനെ ഇലക്ഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇലക്ഷൻ വേണ്ടി വന്നാണോ? അല്ല, എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. വോട്ട് തളിപ്പറമ്പിലാണ്. വോട്ട് തളിപ്പറമ്പിലാണ്. ചെയ്തിട്ടേ പോകുന്നുണ്ടോ? ചെയ്തിട്ടല്ല, ഞാൻ ചിലപ്പോൾ രണ്ടാമത് നോക്കിയിട്ട് വരണം. ഇതിൽ വോട്ട് ചെയ്യാൻ വരും. ആ, നല്ല പോരാണ് തളിപ്പറമ്പിൽ. ആ, തളിപ്പറമ്പ്. അതെ. ശ്രദ്ധിക്കുന്നുണ്ടോ ഇലക്ഷൻ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ? സ്വന്തമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, പിന്നെ രാഷ്ട്രീയ ബോധമുണ്ട്, പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മത്സരം ആരൊക്കെയാണെന്നുള്ളത്. തളിപ്പറമ്പിൽ ഇത്തവണ അസാധാരണമായ പല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പ്രശ്നം ഉണ്ടാവുമോ? തളിപ്പറമ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ ഈ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നഗരസഭയുടെയൊക്കെ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ കാലമായിട്ട് ഒരു പാർട്ടി ഈ ഒരു നഗരസഭ അവരുടെ കയ്യിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസി അവരുടെ ഒരു പാർട്ടിയുടെ കയ്യിലും ആ രീതിയിലാണ് കുറെ കാലമായിട്ട് പോകുന്നത്. അതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ള ആൾക്കാരുടെ ആ ഒരു വോട്ടിന്റെ ഫലത്തിലാണ് പലപ്പോഴും നിഷ്പക്ഷരുടെ ഒരു വോട്ടായിരിക്കും ഇപ്രാവശ്യം തീരുമാനിക്കുക എന്നുള്ളത് ഒരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. ആളുകൾക്ക് മാത്രമല്ല നിഷ്പക്ഷരും വളരെ നിർണായകമായിട്ട് മാറും. അതെ, ഈ ഒരു തവണ അതുകൂടി നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റും. രാഷ്ട്രീയ പഠനകാലത്തൊക്കെ രാഷ്ട്രീയം ഉള്ള ആളാണോ? അല്ല, ഇല്ല, പഠനകാലത്ത് ഇല്ല. ഞാൻ ഞങ്ങളുടെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജായിരുന്നു, അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. യെസ്, എന്നാലും കണ്ണൂർ വരുമ്പോൾ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയം പറയാനുണ്ട്. അത് ഏത് പക്ഷമെന്നുള്ളതല്ല, കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്, നിലപാടുണ്ട്. കേരളത്തിലെ യുവതകളൊക്കെ ആ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും കണ്ണൂര് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അനുശ്രീ, നമുക്ക് കാത്തിരിക്കണം ഇനിയുള്ള 2-3 ദിവസങ്ങൾ. കണ്ണൂരിൽ നിന്നും ചില സുപ്രധാനമായ രാഷ്ട്രീയ വാർത്തകൾ കൂടി പുറത്തു വരാനുണ്ട്. ഒന്ന്, ഈ ക്യാമ്പയിന്റെ ഏറ്റവും അവസാന ദിവസം പൊളിറ്റിക്കൽ ലീഡേഴ്സ് നടത്തുന്ന ചില വെടിപൊട്ടിക്കലുണ്ട്. അതിനുള്ള സാധ്യത ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികളിലും ഒക്കെ അതുകൊണ്ട് തന്നെ അത്തരമൊരു സസ്പെൻസ് ബാക്കിയാവുന്നുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ രാവിലെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ അവസാന ദിവസങ്ങളിൽ ഒരു ട്വിസ്റ്റിനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പ്രസ് മീറ്റിൽ ഉണ്ടാകുമോ എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കണം. കേരള രാഷ്ട്രീയം അത് തൽക്കാലം വടക്കൻ കേരളമാണ് ഇത്തവണ നിർണായക വിധിയെഴുത്തിന് തയ്യാറെടുക്കുന്നത്. അത് പ്രത്യേകിച്ച് കണ്ണൂരിലെ ചൂടിന് അല്പശക്തി കൂടുകയും ചെയ്യും. ശരി, കണ്ണൂരിൽ നിന്നും TG സജിത്തും VV അരുണുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ മലപ്പുറം വണ്ടൂരിൽ UDF സ്ഥാനാർത്ഥിയായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഡോക്ടർ ശശി തരൂർ MPക്ക് നേരെ കയ്യേറ്റ ശ്രമം. ശശി തരൂരിന്റെ ഗൺമാന് പരിക്കേറ്റു. പിന്നെ തെറ്റുവർത്താൻ പറഞ്ഞില്ല. ഏട്ടൊന്നും വിളിക്കാൻ പാടില്ല. ഏട്ടൊന്നും വിളിക്കല്ലേ. ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. മുഴുവൻ UDF മൂവ്മെന്റിന്റെ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. മുഴുവൻ UDF മൂവ്മെന്റിന്റെ പ്രവർത്തകരും ആ റോഡ് ഷോയിൽ ചാറ്റുവിത്ത് തരൂർ പരിപാടിക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. കാറിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 പേർ കസ്റ്റഡിയിലായതായും വിവരമുണ്ട്. ശശി തരൂരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്നാണ് AP അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞത്. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ അനിൽകുമാർ വ്യക്തമാക്കി. നടു റോഡിൽ വെച്ച് എന്തുമാകാമെന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നുവെന്ന നിലയിലാണെന്നും അനിൽകുമാർ പ്രതികരിച്ചു. പറഞ്ഞല്ലോ, സ്വാഭാവികമായി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കാരണത്ത് ഇരിക്കുന്നു, അത് ഇവര് കാണുന്നു, അവരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഇന്റൻഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ നോർമലി നമുക്കറിയാം, നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ പോവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവെ കേരളത്തിലുള്ളത്.
അതല്ല നേതാക്കൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കിയിട്ട് അവരെ തടഞ്ഞിടുന്ന കൾച്ചറും നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നടുറോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കായാലും നേതാക്കൾക്കായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായ നടപടി, ആരാണ് എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് നോക്കാതെ അതിലെ പ്രതികൾ ആരാണ് അവരെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ അതിന് ശേഷം എന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വണ്ടൂരിലേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് പോയ ഉടനെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവർ വളരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഏത് രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആയിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാകാതെയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ഒരു തരത്തിൽ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണം പോലെ. ഈ ആക്രമണം നടത്തിയ ഈ സംഘത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടിയായ ഒരു സാഹചര്യത്തിലാണ് കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണോ എന്ന തരത്തിലുള്ള ഒരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെ. അനുശ്രീ, ഇന്നലെ രാത്രി 7:30 ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ വാഹനം ബ്ലോക്കിൽപ്പെട്ട് കടന്നു പോകുന്നതിനിടെ ഹോൺ അടിച്ചതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് അവിടുന്ന് ആദ്യം അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഇവർ വണ്ടി ശശി തരൂരിന്റെ വാഹനത്തിന് കുറുകെയിട്ട് അവിടെ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് ചോദിക്കാനെത്തിയ ഗൺമാനോട് അവർ മോശമായി പെരുമാറുകയും അദ്ദേഹത്തെ കയ്യങ്കടയിലെത്തുകയും അദ്ദേഹത്തിന് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഗൺമാന്റെ പരാതിയിലാണ് പോലീസ് കേസെടുക്കുകയും ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കാളികാവ് സ്വദേശിയായ മുജീബാണെന്നാണ് അതിൽ പ്രധാനപ്പെട്ട പേര്. ഇവിടെ രാഷ്ട്രീയം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ അനുഭാവികളാണെന്ന സൂചനയാണ് നമുക്ക് പ്രദേശത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ശശി തരൂരിനെ പോലെ എല്ലാവരും അറിയുന്ന ഒരു നേതാവിനെ വഴിയിൽ വെച്ച് തടഞ്ഞ് ഇത്തരത്തിൽ ഒരു സംഘർഷം സൃഷ്ടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്തായാലും UDFന്റെ അനുഭാവികളോ അല്ലെങ്കിൽ സാധാരണക്കാരോ ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള വൈര്യം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ശശി തരൂർ ഇന്നലെ അതിനുശേഷം അടുത്ത നിലമ്പൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിനെ സംബന്ധിച്ച് കുറെ കൂടി വിവരങ്ങൾ ഒരു മണിക്കൂറിൽ ലഭിക്കും. മന്ത്രി AP അനിൽകുമാർ വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള സാധ്യതയും ഉണ്ട്. CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ. 2 US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ. F-15ഉം A-10 വാർത്തോഗ് വിമാനവുമാണ് തകർത്തത്. ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വാർത്തോഗ് വിമാനത്തിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15ലെ ഒരു പൈലറ്റിനെ ഇസ്രയേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചു. US-ഉം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ലെന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ US-ന്റെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, യുദ്ധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ?
തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യം ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെയെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു, അവർക്ക് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളില്ല, അവരുടെ എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളെയും തങ്ങൾ തകർത്തു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് നിലവിൽ ഇറാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണങ്ങൾ. ഈ 2 യുദ്ധവിമാനങ്ങൾ തകർന്നത് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് F-15 വിമാനത്തെ വെടിവെച്ചിടുന്ന ദൃശ്യങ്ങളാണ്. ഇത് ടെഹ്റാനിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ തെക്ക് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ IRGC F-15 വിമാനത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇത് IRGC അവരുടെ ടെലഗ്രാം ചാനൽ വഴി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നേരെ ഹിറ്റ് ചെയ്ത് ഈ വിമാനത്തിനെ പൂർണ്ണമായിട്ടും തകർക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് 2 പൈലറ്റുമാർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു പൈലറ്റിനെ തെക്കൻ ഇറാനിൽ നിന്ന് ഇസ്രായേൽ രക്ഷപ്പെടുത്തിയതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്നത്. ഇതിനെപ്പറ്റി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതേസമയം മറ്റൊരു പൈലറ്റിനെ ഇപ്പോഴും കാണാനില്ല. ഈ ഒരു പൈലറ്റിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ സജീവമാക്കിയിട്ടുണ്ട്. അത് ഇറാനും US-ഉം ഇപ്പോൾ ഒരു തെരച്ചിൽ റേസിലാണെന്ന് തന്നെ പറയാം. കാര്യം ഇപ്പോൾ ഇറാൻ മേഖലയിൽ ശക്തമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഇറാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ആർമിയുടെ ഭാഗത്തു നിന്നും ഈ തെരച്ചിലുണ്ട്. അതുപോലെ തെക്കൻ പ്രവിശ്യയിലുള്ള ഒരു ഗവർണർ ഈ പൈലറ്റിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്ന പൗരന്മാർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അവരുടെ സ്റ്റേറ്റ് ചാനൽ വഴിയൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പൈലറ്റിനെ ജീവനോടെ പിടികൂടാൻ എല്ലാ ജനങ്ങളും സഹായിക്കണമെന്നാണ്. അങ്ങനെ ജീവനോടെ പിടികൂടാൻ സഹായിച്ചാൽ അവർക്ക് പാരിതോഷികം നൽകുമെന്നും ഈ സർക്കാർ ഔദ്യോഗികമായി പറയുന്നുണ്ട്. തെക്കൻ മേഖലയിലുള്ള ഗവർണറാണ് ഈ ജീവനോടെ അല്ലാതെയോ പിടിച്ചാൽ തന്നെ ഈ പണം നൽകും എന്നുള്ളൊരു വിവരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. US-ഉം മേഖലയിൽ തെരച്ചിൽ നടത്തുകയാണ് എന്നാണ് വിവരമുള്ളത്. അവരുടെ പല യുദ്ധവിമാനങ്ങളും മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയാണ്. അതേസമയം US-ന്റെ ഒരു ഹെലികോപ്റ്റർ ഇവിടെ പെട്രോളിംഗ് നടത്തുന്നതിനിടെ ഇറാനിയൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഹെലികോപ്റ്ററിലേക്ക് വെടിവയ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്ന ഒരു അവസ്ഥയുമുണ്ട്. 2ാമത്തെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് ഈ ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ചിട്ടാണ്. ഒരു വാർത്തോഗ് എന്ന് പറയുന്ന A-10 വാർത്തോഗ് എന്ന് പറയുന്ന ഒരു വിമാനമാണ് ഹോർമുസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ തകർത്തത്. ഈ വിമാനത്തിൽ 2 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. ഈ 2 പേരും സുരക്ഷിതരാണ് എന്നാണ് വിവരമുള്ളത്. ഈ വിമാനത്തിന് നേരെ ഈ മിസൈൽ ആക്രമണം ഉണ്ടായി. ഈ വിമാനം തകരുന്ന ആ ഒരു സമയത്ത് തന്നെ 2 പൈലറ്റുമാർ സ്വയം ഇജക്റ്റ് ചെയ്ത് ഗൾഫ് മേഖലയിലേക്ക് വന്നു വീഴുകയായിരുന്നു. ഇവർ 2 പേരും സുരക്ഷിതരാണ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. F-15 വിമാനത്തിലുണ്ടായിരുന്ന ഒരു പൈലറ്റിനെയാണ് നിലവിൽ കാണാനില്ലാത്തത്. വൈറ്റ് ഹൗസ് തന്നെ നിലവിൽ ഔദ്യോഗികമായി ഈ തെരച്ചിൽ നടക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിനെ ഇക്കാര്യം അറിയിച്ചതായിട്ടാണ് പല വൈറ്റ് ഹൗസിലുള്ള പല ഉദ്യോഗസ്ഥരും BBC-യോട് പറഞ്ഞിട്ടുള്ളത്. BBC ഈ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം NBC ന്യൂസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ ട്രംപിന്റെ ഒരു പ്രതികരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് പറഞ്ഞത് 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതുകൊണ്ട് അത് ചർച്ചകളെ അങ്ങനെ മോശമായി ഒന്നും ബാധിക്കില്ല, നല്ല രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ട്രംപ് ഈ NBC ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം US അധികൃതരുടെ ഭാഗത്തു നിന്നോ ട്രംപിന്റെ ഭാഗത്തു നിന്നോ വിഷയത്തെപ്പറ്റി നിലവിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഇതുപോലെ മാധ്യമങ്ങൾ വഴിയുള്ള പ്രതികരണങ്ങൾ അവരെ അതാത് ഉദ്യോഗസ്ഥരെയും പിന്നെ പ്രസിഡന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഇക്കാര്യം അത് US ഉൾപ്പെടെ നിലവിൽ ഈ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന് സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് തീർച്ചയായിട്ടും US-ന് വലിയൊരു നാണക്കേട് കൂടിയാണ്. കാര്യം ട്രംപ് ഇത്തരത്തിൽ അവരുടെ ഒരു പ്രതിരോധ മാർഗങ്ങൾ തകർത്തു എന്ന് പറയുന്ന ഈ അവസരത്തിൽ തന്നെയാണ് ഇറാന്റെ ശക്തമായ തിരിച്ചടി എന്ന് പറയുന്നത്. മാത്രമല്ല മേഖലയിലും കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ ഇറാൻ നടത്തുന്നുണ്ട്. സെൻട്രൽ ഇസ്രായേലിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും മേഖലയിൽ നിരവധി കെട്ടിടങ്ങൾക്കുൾപ്പെടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അബുദാബിയിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അബുദാബിയിലുണ്ടായ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാരുൾപ്പെടെ ഏതാണ്ട് 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു ഈജിപ്ത് പൗരൻ കൊല്ലപ്പെട്ടതായിട്ടും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധി അതിപ്പോഴും രൂക്ഷമായി
ശക്തമായി തന്നെ തുടരുകയാണ്. ഹോർമുസ് തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹ്റൈൻ UN-ൽ ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ വോട്ടെടുപ്പ് അത് ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചതായിട്ടാണ് വിവരങ്ങളുള്ളത്. ബഹ്റൈൻ തന്നെയാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റണം എന്നൊരു അഭ്യർത്ഥന UN-ൽ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഒരു കാരണമായി പല ഉദ്യോഗസ്ഥരും സൂചിപ്പിക്കുന്നത്, ഇത് ആ ഉദ്യോഗസ്ഥരെ ബഹ്റൈനിലുള്ള ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ആണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതായത് അവർ പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇത്തരമൊരു പ്രമേയം UN-ൽ വെക്കുകയാണെങ്കിൽ ചൈനയുടെയും റഷ്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പ് വരാൻ സാധ്യതയുണ്ട്. അവർ വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നും മറ്റ് ചില GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും റഷ്യയും ചൈനയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് വിജയിച്ചില്ല എന്നാണ് സൂചനകൾ. അവർ ഇത് എതിർക്കാൻ തന്നെയാണ് നിലവിലും പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു റഷ്യയും ചൈനയും അനുനയിപ്പിക്കാൻ സാധിക്കാത്തതിനാലാണ് ഈ ഒരു പ്രമേയത്തിലെ വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചതെന്നാണ് നിലവിലുള്ള വിവരം. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ലൈംഗികാതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകം. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയും രഞ്ജിത്ത് നൽകിയ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഇന്ന് രഞ്ജിത്തിന് അതിനിർണായകമായ ഒരു ദിവസമാണ്. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നടീനടന്മാരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും പരിഗണിക്കും. ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക. 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പ്രധാനമായും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതിൽ രഞ്ജിത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യ അറസ്റ്റിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്യാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന് ജാമ്യാപേക്ഷയാണ്. രഞ്ജിത്തിന്റെ ആദ്യത്തെ അഭിഭാഷകൻ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു. പുതിയ അഭിഭാഷകനാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുക. ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി നിയമം പാലിച്ചല്ല അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതെന്നാണ് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ രഞ്ജിത്ത് ഇതിൽ നിരപരാധിയാണ്, ജാമ്യം നൽകണം, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, സിനിമയിൽ ഒരുപാട് ശത്രുക്കൾ രഞ്ജിത്തിനുണ്ട് എന്നീ വാദങ്ങളാണ് പ്രധാനമായും കോടതിയിൽ അഭിഭാഷകൻ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത. ഹർജിയിലും അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഈ ഒരു ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇതാദ്യത്തെ കേസല്ല, കഴിഞ്ഞ 2 കേസും സമാനമായ രീതിയിലായിരുന്നു. ലൈംഗികാതിക്രമ കേസായിരുന്നു. അത് രണ്ടിലും തെളിവുകളുടെ അഭാവവും ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസവുമായിരുന്നു അന്ന് ഈ കേസിൽ നിന്നും രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കൃത്യമായ രഹസ്യമൊഴി അടക്കം പെൺകുട്ടിയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹപ്രവർത്തകരുടെ ഒക്കെ കിട്ടാവുന്ന മൊഴികൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റു ചിലർ അന്ന് ക്യാരവാനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി സിനിമാ സെറ്റിലെത്തി സഹപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതിൽ പലരും കേരളത്തിന് പുറത്താണ്. അവരെയും ഒക്കെ ഫോൺ വിളിച്ചും ഒക്കെ മൊഴികൾ രേഖപ്പെടുത്താൻ സാധിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുമെന്ന് കൂടി അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി നമുക്ക് ഈ 2 കാര്യങ്ങളിലും ജാമ്യാപേക്ഷയിലും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയിലും എന്തായിരിക്കും രഞ്ജിത്തിന്റെ വിധിയെന്ന് അറിയാൻ സാധിക്കും. 11 മണിയോടുകൂടി തന്നെയാണ് ഇത് അറിയാൻ സാധിക്കുക. രഞ്ജിത്ത് ഇപ്പോൾ എറണാകുളം സബ് ജയിലിലാണുള്ളത്. ശരി, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. അബുദാബിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഗീവർഗീസ് മാത്യു മുഖ്യ കാർമ്മികത്വവും സഹവികാരിമാരായ നിതിൻ മാത്യു ജോൺ എന്നിവർ സഹകാർമ്മികത്വവും നിർവഹിച്ചു. ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി സാംജി ഡാനിയൽ, സെക്രട്ടറി സന്തോഷ് ജോർജ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ശുശ്രൂഷകളിൽ കഞ്ഞി നേർച്ചയും ഒരുക്കിയിരുന്നു. അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിൽ താല സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ നടത്തി. കർത്താവിന്റെ പീഠാനുഭവവും കുരിശുമരണവും അനുസ്മരിച്ചുകൊണ്ട് നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് റവറന്റ് ഫാദർ ജെനി ആൻഡ്രൂസ് കാർമ്മികത്വം വഹിച്ചു. ഡബ്ലിനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി വിശ്വാസികൾ പീഠാനുഭവ അനുസ്മരണത്തിൽ പങ്കെടുത്തു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്.
ഞങ്ങളുടെ സ്ഥാപനത്തിലെ 2 പേരുടെ ജന്മദിനമാണെന്ന് ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഗൗരി കൃഷ്ണന്റെയും അരുവിക്കര സ്വദേശിനിയാണ് ഗൗരി കൃഷ്ണൻ. ഗൗരി കൃഷ്ണന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ രശ്മി BRന്റെ ജന്മദിനമാണെന്ന് മണ്ണന്തല സ്വദേശിനിയാണ് രശ്മി. രശ്മിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.